ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാമുറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളകൊക്കെ എടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഒരു 4 തണ്ട് മല്ലിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് കുറച്ചും കൂടിയൊക്കെ ഇഷ്ടമാണെന്നുള്ളവർക്ക് കുറച്ചും കൂടി മല്ലിയില ഇടാം. ഇതിപ്പോൾ ഒരു മീഡിയം ലെവലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറിയ സവാള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 2 പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉപ്പിട്ടിട്ട് കുക്കറിലിട്ട് ഒരു 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ടാണ് ഞാനത് ഉടച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് മതി. ഇനി ഞാൻ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, മല്ലിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി, അതൊക്കെ വെള്ളം ഒഴിക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അരച്ചെടുത്തത് നന്നായിട്ട് ഒന്ന് ഇതിലിട്ടിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ സവാള ചോപ്പർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മസാല നമുക്ക് മുട്ടയുടെ മുകളിൽ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തന്നെയാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പൊട്ടറ്റോ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സ്പൈസി ആയിട്ട് മുകളിലത്തെ ഫില്ലിങ് വേണ്ട, എന്നാൽ അത്യാവശ്യം ഒരു മീഡിയം സ്പൈസി ആയിട്ട് എടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഈ സമയത്ത് നമ്മൾ പൊട്ടറ്റോയ്ക്ക് പകരം നിങ്ങളുടെ അടുത്ത് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതല്ല നിങ്ങളുടെ അടുത്ത് ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടറ്റോ മാഷ് ചെയ്തിട്ടാലും മതി. ഇനി പൊട്ടറ്റോയും ചിക്കനും കൂടിയിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 3 ടൈപ്പിലും ചെയ്യാറുണ്ട്. പൊട്ടറ്റോ മാത്രവും ചിക്കൻ മാത്രവും പൊട്ടറ്റോയും ചിക്കനും മിക്സ് ചെയ്തിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്, നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു മിക്സിന് ചെറിയൊരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള പോലെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം നിങ്ങളുടെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ആ ഒരു പൊട്ടറ്റോ മിക്സ് തന്നെ മതിയാവും. ചിക്കൻ ഇട്ടിട്ടില്ലല്ലോ, ഇത് പൊട്ടറ്റോ മാത്രം ഉള്ളത് കൊണ്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കയ്യിലേക്ക് കുറച്ചൊരു എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആറിയതിന് ശേഷം ചെയ്യുക കേട്ടോ. അപ്പോൾ മുട്ട ആദ്യമേ തന്നെ ഒന്ന് പുഴുങ്ങി വെക്കുക. അതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കുമ്പോഴേക്കും മുട്ട റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഈ മുട്ടയുടെ മുകളിൽ ഒന്ന് അങ്ങ് റോൾ ചെയ്തെടുക്കുക. ആ മുട്ടയുടെ ഷേപ്പിൽ തന്നെ നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഈ മുട്ട ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ആ ഒരു ഫില്ലിങ് എടുത്തിട്ട് അങ്ങ് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഇത് അത്യാവശ്യം വലിയ സ്നാക്കാണ്. അതുപോലെ തന്നെ ഇത് നല്ല ഹെവിയാണ് കേട്ടോ, കഴിച്ചാൽ നല്ല ഹെവിയാണ്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഒരെണ്ണം ആക്കിയാൽ നല്ലോണം വിശപ്പ് മാറും. നല്ല ഹെവി ആയിട്ടുള്ള സ്നാക്കാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചിക്കനും കൂടി ഉണ്ടെങ്കിൽ നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു തേങ്ങയുടെ ഒരു ഷേപ്പിലൊക്കെ അത് ആക്കിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് ഉള്ളത്.
അപ്പോൾ ഇതാ ഞാനിവിടെ 3 എണ്ണം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് മാവ് തികഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ ഒരു 3 എണ്ണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് എഗ്ഗിൻ്റെ മിക്സറിലല്ല ഇത്തവണ മുക്കുന്നത്, ബ്രെഡ് ക്രംസ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോൺഫ്ലോറും അതുപോലെ വെള്ളവും കൂടി കലക്കിയെടുത്ത മിക്സറിലാണ് ഇതൊന്ന് മുക്കി പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ എൻ്റെ കുറേ റെസിപ്പീസിൽ ഞാൻ എഗ് മിക്സറിലാണ് മുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഗ്ഗിന് പകരം നമുക്കിതുപോലെ കോൺഫ്ലോറിൻ മിക്സിലും മുക്കി പൊരിക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അതിലങ്ങ് മുക്കി പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ എഗ്ഗിൽ മുക്കി പൊരിക്കുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഒരു കോൺഫ്ലോർ മിക്സിലും അതുപോലെ ആ ഒരു ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. 3ഉം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. ഒരിക്കലും ഒരുപാട് ചൂടായ എണ്ണയിലേക്ക് ഇത് ആദ്യമേ എടുത്തിടാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞ വേറൊരു കളറായിട്ട് മാറും. അപ്പോൾ ഒരു മീഡിയം ചൂടിലിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യുക, ഷാലോ ഫ്രൈ ചെയ്യരുത് ഇതുപോലുള്ള സ്നാക്കുകളൊന്നും. എന്നാൽ അതിൻ്റെ ആ ഒരു ബ്രെഡ് ക്രംസ് അതിൽ എണ്ണയൊക്കെ കുടിച്ചിട്ട് അങ്ങ് ശരിയായി കിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ 3 സ്നാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് വരാനുള്ള കാരണം ഇതിങ്ങനെ മുറിച്ചിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തേങ്ങ ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ടുള്ളത് പോലെയാണ് അതിൻ്റെ ഒരു ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ തേങ്ങയായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് ഇത് അറിയുന്നതായിരിക്കും, കാരണം ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക, എന്നാലാണ് ഇനിയുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.